അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, മെയിനായിട്ട് ബെൻസീൻ, അതിൻ്റെ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ബെൻസീന് നമ്മൾ C6H6, ആൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉള്ള ഒരു സ്ട്രക്ചറുള്ള കോമ്പൗണ്ട്. അതിന് ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. ഹെക്സഗണിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇടുന്ന പോലെയും കാണിക്കാം. ആ ഗ്രൂപ്പിനെ C6H5 തന്നെ ഗ്രൂപ്പാവാം. ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ഗ്രൂപ്പായാൽ അതിന് ഫീനൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഫീനൈൽ. മറ്റൊരു ഗ്രൂപ്പുള്ളത് ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ CH2 ഗ്രൂപ്പ് വരുന്നത്, അതിന് ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഈ അരോമാറ്റിക് കോമ്പൗണ്ടുകളിൽ ബെൻസീൻ ഡെറിവേറ്റീവ്സ് പലതിനും കോമൺ നെയിം തന്നെ IUPAC നെയിമായിട്ട് പലതിൻ്റെയും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കോമൺ നെയിം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും ഒരേപോലെ തന്നെയാണ് പലതിനും വരുന്നത്. ഇപ്പോൾ നെയിം ചെയ്യുമ്പോൾ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ഉണ്ടെങ്കിൽ, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനെ നെയിം ചെയ്യുന്നത് നോക്കൂ, ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ, നൈട്രോ ബെൻസീൻ, അങ്ങനെയൊക്കെയാണ് നെയിം ചെയ്യുന്നത്. ഈസി ആയിട്ട് നെയിം ചെയ്യാം. ഈഥൈൽ ബെൻസീൻ. ഇപ്പോൾ ഈ കോമ്പൗണ്ട് ആണെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. പിന്നെ ക്യൂമീൻ എന്നും പറയും. ക്യൂമീൻ എന്ന് കോമൺ നെയിം ഉണ്ട്, ക്യൂമീൻ എന്നുള്ള പേരും പറയാറുണ്ട്. അത് ബ്യൂട്ടൈൽ ബെൻസീനുകളാണ്. അങ്ങനെ കോമൺ നെയിം വെച്ച് തന്നെ നമുക്ക് ബെൻസീൻ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിനെ നെയിം ചെയ്യാം. ഇനി ഇതൊക്കെ സാധാരണ കാണുന്ന കോമ്പൗണ്ട്സാണ്. ടൊളുവീൻ, അതിന് മീഥൈൽ ബെൻസീൻ എന്നൊന്നും പറയാറില്ല, ടൊളുവീൻ തന്നെയാണ് പറയാറ്. മീഥൈൽ ബെൻസീൻ എന്നാണ് അങ്ങനെയാണെങ്കിൽ പറയുന്നത്. പക്ഷേ ടൊളുവീൻ എന്നുള്ള കോമൺ നെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ OH ഗ്രൂപ്പ് വന്നാൽ അത് ഫീനോളാണ്. NH2 ഗ്രൂപ്പ് വന്നാൽ അനിലീൻ. അതുതന്നെയാണ് IUPACയിലും IUPAC നെയിം, കറക്റ്റ് നെയിം അതല്ലെങ്കിലും ഇതും ഉപയോഗിക്കാം. ഈ CH ഗ്രൂപ്പ് വന്നാൽ ബെൻസാൽഡിഹൈഡ്. പിന്നെന്താ, ഇങ്ങനെ COOH ഗ്രൂപ്പ് വന്നാൽ ബെൻസോയിക് ആസിഡ്, സ്റ്റൈറീൻ. ഇങ്ങനെ ഈ റിങ്ങിൻ്റെ മേലൊരു CH ഡബിൾ ബോണ്ട് CH2 വന്നാൽ സ്റ്റൈറീൻ. ഈ സ്റ്റൈറീൻ്റെ പോളിമറാണ് തെർമോക്കോളായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിന് കോമൺ നെയിമും IUPAC നെയിമും ഒരേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആ റിങ്ങിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ, ഒന്നിലധികം ഗ്രൂപ്പ് വന്നാൽ, ഇപ്പോൾ 2 ക്ലോറിൻ വന്നിരിക്കുന്നു, അപ്പോൾ ഇത് ഡൈക്ലോറോ ബെൻസീനാണ്. ഇങ്ങനെ തൊട്ടടുത്ത് വരുമ്പോൾ 1,2 പൊസിഷനിൽ വരുമ്പോൾ അതിനെ ഒന്നുകിൽ നമുക്ക് 1,2 ഡൈക്ലോറോ ബെൻസീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ, അല്ലെങ്കിൽ O ഡൈക്ലോറോ ബെൻസീൻ എന്ന് നെയിം ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 1,3 പൊസിഷനിലാണെങ്കിൽ ഇത് 1,3 ഡൈക്ലോറോ ആണ്, അല്ലെങ്കിൽ മെറ്റാ ഡൈക്ലോറോ. ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വന്നാൽ 1,4 വന്നാൽ അത് പാരാ ഡൈക്ലോറോ ബെൻസീൻ. ഇനി ഇങ്ങനെ വരുന്ന സബ്സ്റ്റിറ്റ്യൂൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ക്ലോറിനും നൈട്രോ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ കൂടുതലുള്ള ഗ്രൂപ്പിനാണ് വെയിറ്റേജ് കൂടുതൽ, അല്ലെങ്കിൽ അതിനാണ് നമ്പർ സാധാരണ ലോവസ്റ്റ് നമ്പർ. അതിനാണ് നമ്മൾ എന്താ പറയുക, ഓക്സിജൻ കൂടുതലുള്ളതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന തരത്തിൽ നെയിം ചെയ്യുന്നതായിരുന്നു പഴയ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആൽഫബറ്റിക്കൽ ഓർഡർ ചെയ്താൽ 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ, അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ നൈട്രോ ബെൻസീൻ. ഇതാകുമ്പോൾ മെറ്റാ ബ്രോമോ അയഡോ ബെൻസീൻ, അല്ലെങ്കിൽ 1 ബ്രോമോ. ബ്രോമിനാണ് ആദ്യം
ആൽഫബറ്റിക്കൽ. അപ്പോൾ 1 ബ്രോമോ 3 അയഡോ ബെൻസീൻ, അല്ലെങ്കിൽ മെറ്റ ബ്രോമോ അയഡോ ബെൻസീൻ. അത് ക്ലോറിൻ ഗ്രൂപ്പും ഈഥൈൽ ഗ്രൂപ്പും. 1 ക്ലോറോ 4 ഈഥൈൽ ബെൻസീൻ. എങ്ങനെയാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡിനെ നെയിം ചെയ്യുക? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് പോലെ വന്നാൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതാണ്. NH2 ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ബ്രോമിൻ സൈഡ് ചെയിനുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് നമ്പർ വരേണ്ടത്. അപ്പോൾ ഇവിടെ NH2 ഉള്ള കാർബണാണ് 1. എന്നിട്ട് 1 2 3 4 അങ്ങനെ എണ്ണിയിട്ട് 4 ബ്രോമോ അനിലിൻ. ഈ കോമ്പൗണ്ട് നോക്കിയാൽ നൈട്രോ ഗ്രൂപ്പും OH ഗ്രൂപ്പും. ഇത് OH ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് നമ്പർ. നൈട്രോ ഗ്രൂപ്പിന് അപ്പോൾ 3 വന്നു, 1 2 3. അപ്പോൾ ഇത് 3 നൈട്രോ ഫീനോൾ. ഇത് ഫീനോളാണ്. ഈ OH അരോമാറ്റിക് റിങ്ങിൽ OH ഗ്രൂപ്പ് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഫീനോൾ. ഇത് 2 ക്ലോറോ ബെൻസോയിക് ആസിഡ്. അപ്പോൾ ബെൻസോയിക് ആസിഡിനാണ് OH ഗ്രൂപ്പുള്ള കാർബണാണ് ലോവസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിനെ നെയിം ചെയ്യുന്നത്. വേറെയും എക്സാമ്പിൾ ഉണ്ട്. അത് കോമൺ നെയിമായിട്ടും പറയാം. അത് 2 CH3 ഗ്രൂപ്പ് പാര ആയിട്ട് വരുന്നതാണ് ക്സൈലീൻ, പാരാക്സൈലീൻ. CH3 ഗ്രൂപ്പും OH ഗ്രൂപ്പും വരുന്നതാണ് ക്രീസോൾ. അത് CH3 ഗ്രൂപ്പ് NH2 ഗ്രൂപ്പും വരുന്നതാണ് ടൊളുഡീൻ. അത് പൊസിഷൻ കൂടി പറയുന്നുണ്ട്, ഓർത്തോ ടൊളുഡീൻ. മെറ്റാ ക്രീസോൾ, മെറ്റ. ഇത് പാരാക്സൈലീൻ. ഈ പോളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ, അതായത് 2-ലധികം സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ ആ പൊസിഷനുകളെ നമ്പർ ചെയ്താൽ മതി, ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്പർ ചെയ്യുക. ഈ കോമ്പൗണ്ടിൽ ക്ലോറോ ഗ്രൂപ്പുണ്ട്, ഈഥൈൽ ഗ്രൂപ്പുണ്ട്, നൈട്രോ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലോറോ, ഈഥൈൽ, നൈട്രോ ബെൻസീനെ പാരൻ്റ് കോമ്പൗണ്ടായിട്ട് പറഞ്ഞിരിക്കുക. നെയിമിങ് കഴിഞ്ഞ് സ്ട്രക്ചറിലേക്ക് വന്നാൽ, ബെൻസീൻ്റെ സ്ട്രക്ചറിലേക്ക് വന്നാൽ, ഈ കെക്കുലയാണ്. ഇങ്ങനെ ഒന്നിലധികം സ്ട്രക്ചറുകളുണ്ട് ബെൻസീന്. അതിങ്ങനെ 6 കാർബണിൻ്റെ ഒരു പ്ലാനാർ ഹെക്സഗൺ, പിന്നെ ആൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ഡബിൾ ബോണ്ട്. ഇത് ലോക്കലൈസ് ചെയ്ത് നിൽക്കുന്നില്ല, അതിങ്ങനെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസാണ് ആ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നത് എന്ന കൺസെപ്റ്റ് വരുന്ന കെക്കുലർ സ്ട്രക്ചറിനാണ്. അപ്പോൾ അതിൽ ഒരു ബോണ്ടും സിംഗിൾ ബോണ്ടും അല്ല, ഒരു ബോണ്ടും ഡബിൾ ബോണ്ടും അല്ല, അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത്ത്. സാധാരണ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത്ത് 1.54 ആണ്. ഡബിൾ ബോണ്ടിൻ്റെ 1.34. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ 1.39 ആണ് ബെൻസീൻ്റെ ബോണ്ട് ലെങ്ത്ത് ഈ സ്ട്രക്ചർ പ്രകാരം. അപ്പോൾ ഈ ബെൻസീൻ്റെ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു റെസൊണൻസ് കൺസെപ്റ്റാണ്. റെസൊണൻസ് കൺസെപ്റ്റ് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിന് ഒന്നിലധികം സ്ട്രക്ചറുകൾ ഉണ്ടാവുക, സിമിലർ ആയിട്ടുള്ള, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒന്നിലധികം സ്ട്രക്ചറുകൾ. അതൊന്നുമല്ല അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ, അതിൻ്റെ എല്ലാം കൂടി ഒരു ഹൈബ്രിഡാണ് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ. ആ ഒരു അവസ്ഥയാണ് റെസൊണൻസ്. അപ്പോൾ ബെൻസീൻ അങ്ങനെ 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 2 കെക്കുലർ സ്ട്രക്ചറാണ്. ഒന്നിൻ്റെ മിറർ ഇമേജ് പോലെ വരുന്ന ആൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ഡബിൾ ബോണ്ടുള്ള ഹെക്സഗൺ. ഈ 3 ഇതിനെ ദീവാർ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുക. ഇതും ഹെക്സഗൺ തന്നെയാണ്, പക്ഷെ അതിൽ ഓപ്പോസിറ്റ് എൻഡുകൾ തമ്മിൽ ഒരു ഉള്ളിലൂടെ ഒരു ബോണ്ടുള്ള പോലെയാണ്. പിന്നെ പാരലലായിട്ട് 2 ബോണ്ടുകൾ. ഇങ്ങനെ 5 സ്ട്രക്ചറുകളുടെ ഒരു മിക്സറാണ് ബെൻസീൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ഈ റെസൊണൻസ് ഇതിൻ്റെ വലിയ സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബെൻസീൻ്റെ എനർജി കുറവാണ്, ബെൻസീൻ്റെ എനർജി കുറയ്ക്കുന്നു.
അങ്ങനെ കുറയുന്ന എനർജിയാണ് റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. അത് 150 കിലോ ജൂളോളം എനർജി കുറയുന്നുണ്ട്. അത്രയും എന്ന് വെച്ചാൽ അത് കൂടുതൽ സ്റ്റേബിളാണ്, പിന്നെ റിയാക്ടിവിറ്റി ഒക്കെ കുറവാണത് കാരണം, ഈ റെസൊണൻസ് ഈ ഡീലോക്കലൈസേഷൻ കാരണം. ഈ മോഡേൺ ബോണ്ടിങ് കൺസെപ്റ്റിലേക്ക് വന്നാൽ ഈ ബെൻസീനിലെ 6 കാർബണാണല്ലോ, 6 കാർബണും sp2 ഹൈബ്രിഡൈസ്ഡാണ്. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഒരവസ്ഥ. അപ്പം അങ്ങനെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ വരും. ഇതിൽ 2 എണ്ണം ഉപയോഗിച്ച് ഓരോ കാർബണും 2 കാർബണോട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. അതാണിത്, ഈ സ്ട്രക്ചറാണ്. ഓരോ കാർബണും 2 കാർബണോട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉപയോഗിച്ച് ഹൈഡ്രജനോട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പ്ലാനാർ ഹെക്സഗൺ ഉണ്ടാവും. അതിൻ്റെ ആംഗിളുകൾ 120 ഡിഗ്രി ആയിരിക്കും. ഇതാണ് അതിൻ്റെ സ്കെൽട്ടൺ. പിന്നെ ഈ ഓരോ കാർബണിൻ്റെ മേലെയും ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത p ഓർബിറ്റലുണ്ട്. അത് ആ പ്ലാനാറിന്, ആ ഹെക്സഗണൽ പ്ലാനാറിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുകയായിരിക്കും. അതെല്ലാം കൂടി ഈ പ്ലെയിനിൻ്റെ എബോവ് ആൻഡ് ബിലോ ഓവർലാപ്പ് ചെയ്തിട്ടൊരു പൈ സിസ്റ്റം ഉണ്ടാക്കും. ആ പൈ സിസ്റ്റമാണ് ഈ ഡീലോക്കലൈസേഷൻ ഉണ്ടാക്കുന്നത്, ഈ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ആ 6 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ലൈങ് എബോവ് ആൻഡ് ബിലോ ദ പ്ലാനാറിനെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ 6 മോളിക്കുലാർ ഓർബിറ്റലുകളും 6 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും കൂടി ഒന്നിച്ച് മിക്സ് ആവുന്നു. അങ്ങനെ 6 എണ്ണം മിക്സ് ചെയ്താൽ 6 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 6 അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്താൽ 6 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ 3 എണ്ണം ബോണ്ടിങ് ആയിരിക്കും, 3 എണ്ണം ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് 6 p ഓർബിറ്റൽസ്. അത് ഓവർലാപ്പ് ചെയ്തിട്ട് 3 എണ്ണം ബോണ്ടിങ്, 3 എണ്ണം ആൻറ്റി ബോണ്ടിങ്. ഇനി 6 ഇലക്ട്രോണാണ് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഓരോന്നിലും, ഓരോ p ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോണാണുള്ളത്. 1 2 3 4 5 6 ആണ്. ഈ 6 എണ്ണം കൂടി ഈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഫില്ലാവും, പെയർ ചെയ്ത് കിടക്കും. ആൻറ്റി ബോണ്ടിങ്ങിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഒരു സ്റ്റേബിളായിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും. ഇതാണ് ബെൻസീൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരമുള്ള സ്ട്രക്ചർ.